ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്നത്തെ നമ്മുടെ മാജിക് ഒനിയൻ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് മുറുക്കുണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമ്മുടെ പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്, ഒരു ട്രഡീഷണൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുറുക്ക്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഉഴുന്ന് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും അത് വെള്ളത്തിലൊന്ന് കുതിരാനിടണം. നന്നായിട്ട് കഴുകിയെടുത്ത ഉഴുന്ന് നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ആ 1 ഗ്ലാസ് ഉഴുന്ന് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് പൊടി കൊഴിക്കാനുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 5 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫുള്ള് ലാസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നനയാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് ഉഴുന്നൊക്കെ അരച്ച് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്, ഒത്തിരി വെള്ളമായി പോവരുത്. അടുത്തായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഉഴുന്നും ചെറുള്ളിയും വെളുത്തുള്ളി തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഉഴുന്ന്, ചെറുള്ളി, വെളുത്തുള്ളി, തേങ്ങ ചിരവിയത്, ജീരകം, കുറച്ച് വെള്ളം, ഇത്രയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. നന്നായിട്ട് നല്ലോണം പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നല്ലോണം ഞാൻ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ കുറച്ചുകൂടി വെള്ളം ഉള്ളതുപോലെ തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുതെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് അതിലേക്ക് ജീരകവും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എള്ളും ജീരകവും ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൈ വെച്ചിട്ട് കുഴയ്ക്കുന്നത്. ഞാൻ ഇവിടെ ഇതിന് വേണ്ടി എടുത്തേക്കുന്ന സേവനാഴിയാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലത്തെ ടൈപ്പാണ് സേവനാഴി. അതിൻ്റെ ബാക്കിലൊരു സ്റ്റാർ ടൈപ്പാണ്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അത് പൊടിയിലൊക്കെ ആഡ് ചെയ്തു. ഇനി കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം, നല്ലോണം സ്മൂത്താക്കി എടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് സേവനാഴിക്കടെ വരാനൊക്കെ പാടായിരിക്കും. അങ്ങനെ ഫുള്ള് നല്ലോണം നല്ല സ്മൂത്താവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഒത്തിരി ലൂസാവാണ്ടും ഒത്തിരി കട്ടിയാവാണ്ടും രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കത് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. മാവ് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സേവനാഴിയിലേക്ക് നിറയ്ക്കാം. നമ്മൾ സേവനാഴിയിലേക്ക് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അത് ടൈറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരി പിന്നെയും നിറച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ അത് നിറച്ച് കൊടുക്കുക. നമ്മൾ ഈ സേവനാഴി വെച്ചിട്ട് മുറുക്കുണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ മുറുക്ക് കിട്ടും. തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മളത് കറക്കി കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു തവണ യൂസ് ചെയ്തേക്കുന്ന വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് അതങ്ങനെ പതഞ്ഞ് വരുന്നത്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. സൺഫ്ലവറോ ഇഷ്ടമുള്ള ഓയിലിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഒത്തിരി കട്ട കൂടാണ്ട് ശ്രദ്ധിക്കണം നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ 2 മിനിറ്റ് ടൈം വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ പപ്പടമൊക്കെ കുത്തുന്ന കോല് വെച്ചിട്ടാണ് ഞാനിവിടെ ഇളക്കുന്നത്. തവിയുടെ കണ വെച്ചിട്ട് പെട്ടെന്ന് ഇളക്കരുത്, കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയെ ഈ പപ്പടമൊക്കെ കുത്തുന്ന കോല് വെച്ചിട്ട് നന്നായിട്ട് അത് കട്ട കൂടിയാണോ കിടക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം. ഒത്തിരി നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, അത് അതിൽ കിടന്നൊന്ന് മൂത്തോളും. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് വലിയ തവി വെച്ചിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അങ്ങ് പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവത്തിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാനും വെയിറ്റ് ചെയ്യരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും ഒത്തിരി ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ്. പിന്നെ പുതിയ ഓയിലും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.